ഹലോ മൈ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ എല്ലാ കൂട്ടുകാരും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. രാവിലെ തന്നെ നമ്മൾ തന്നെ അടുക്കളയിൽ കയറിയിട്ടൊരു ചായ ഉണ്ടാക്കിയതാണ്. രാവിലെ നേരത്തെ തന്നെ ഈ ചായ നമ്മളുണ്ടാക്കി ചായ കുടിച്ചിട്ട് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ കേട്ടോ. അതിൻ്റെ നമ്മൾ ചായയിൽ മധുരമില്ല എന്നൊരു പ്രശ്നമുള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഈ ബിസ്ക്കറ്റ് കൂട്ടി നമുക്ക് ഇന്നത്തെ ചായ കുടിച്ചിട്ട് എങ്ങനെ പോകണമെന്ന് കാര്യമൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്കിന്ന് പഞ്ചായത്ത് മേള ഉണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഇന്ന് പഞ്ചായത്ത് മേളയാണ്, അതുപോലെ തന്നെ ടർഫിലാട്ടാം. ഇന്ന് ഫുട്ബോളാട്ടാം. ഇന്നലെ വോളിബോൾ അതുപോലെ ക്രിക്കറ്റ് ആണ് കേട്ടോ. ഇന്നലെ ക്രിക്കറ്റ് ആണ് കേട്ടോ, ഇന്ന് ഫുട്ബോൾ ഇട്ടാം. അപ്പോൾ നമ്മുടെ ടീമുണ്ട് കേട്ടോ ഫുട്ബോളിന്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കളി കേട്ടാം. കളി ഇപ്പോൾ ഏകദേശം പറഞ്ഞാൽ തുടങ്ങാനായി തുടങ്ങിയിട്ട്. അപ്പോൾ ഇതാ ആദ്യത്തെ കളി തുടങ്ങിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഏതായാലും ടർഫിലാട്ട കളി, നമുക്ക് ഏതായാലും അങ്ങോട്ട് പോവാം. ബൂട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബൂട്ടിൻ്റെ അടി ചെറുതായി വിട്ടിനാണോ അതൊക്കെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ടീമിൽ തന്നെ കളിക്കുന്ന ഒരു ചേട്ടൻ്റെ വണ്ടിയിലാട്ടെ നമുക്ക് ടർഫ് വരെ പോകണത്. ഈ ചേട്ടനെ വിട്ട് നമ്മുടെ ടീമിൽ കളിക്കാൻ അങ്ങനെ ടർഫ് എത്തിയിട്ട് ഈ ടർഫിലാട്ടെ നമുക്ക് കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്യണം കേട്ടോ. നമ്മുടെ ടീമിൻ്റെ പേരും അതുപോലെ തന്നെ കാര്യങ്ങൾ നമ്മളെ കളിക്കുന്ന ആൾക്കാർ ആധാർ കാർഡൊക്കെ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കണം കേട്ടോ. അങ്ങനെ ആദ്യ കളി തുടങ്ങിയിട്ടാം. ആദ്യ കളിയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു കിട്ടാം. കളിയുടെ മൊത്തമായിട്ടുള്ള മിനിറ്റ് എന്ന് വെച്ചാൽ 20 മിനിറ്റ് ആയിട്ടാണ് കളി. ഫസ്റ്റ് ഹാഫ് 10 മിനിറ്റ്, സെക്കൻഡ് ഹാഫ് 10 മിനിറ്റ്, അങ്ങനെ 20 മിനിറ്റ് ആയിട്ടാണ് കളി. അങ്ങനെ ആദ്യ കളി രണ്ടാമത്തെ കളി കഴിഞ്ഞിട്ട് ഇനി നമ്മുടെ മൂന്നാമത്തെ നമ്മുടെ ടീമിൻ്റെ കളിയായിട്ടാണ്. ഇവിടെ 2 വ്ളോഗർമാരുണ്ട്, ഞാനും പിന്നെ വേറൊരു ചേട്ടനും കിട്ടാം. അപ്പോൾ നമ്മൾ ബൂട്ടൊക്കെ ഇട്ടിട്ട് സെറ്റ് ആവുന്നുണ്ട് കേട്ടോ എല്ലാവരും. 2 വ്ളോഗർമാരുണ്ട് പറഞ്ഞില്ല, ഒരാൾ ഞാനും ഒരാൾ ഈ ചേട്ടനും കേട്ടോ. അങ്ങനെ ടീമിൻ്റെ കോച്ചിൻ്റെ നമുക്ക് കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ കളിക്കേണ്ടത്, ഏത് വിങ്ങ നിൽക്കേണ്ടുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ടീമിൻ്റെ ഓരോരുത്തരായിട്ട് നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടാണ്. അങ്ങനെ നമ്മൾ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ടാണ്. ഗ്രൗണ്ടിലേക്ക് നമ്മളെ എതിർ ടീം ആരാന്ന് പറയണ്ടേ, മങ്ങാട് സി ടീമാട്ടാ നമ്മുടെ എതിർ ടീം. അവൻ കുഴപ്പമില്ല, അവനെ കളിക്കാൻ പൊറോട്ട പിടിച്ചെടുത്ത് കുഴപ്പമില്ല, അവൻ കളിക്കുന്നു. അടിക്കണ പറ്റാനോട് പറ്റോ അടിക്കണ കളി അടിപൊളിയായിട്ട് ചേരും. കളി സംബന്ധമായിട്ട് ഇനി പെനാൽറ്റി കയ്യിലുണ്ട് കിട്ടി കിട്ടിണ്ടാവും. ഓണാക്കിയില്ലേ? സ്റ്റോറേജ് കംപ്ലീറ്റ്. എന്താ കാണിച്ച് അത് പോയാ അത് കാലല്ലടാ. സിമ്പിളായിട്ട് മതിട്ടാ. ആദ്യമായിട്ടല്ല സൈഡിക്കലാളോട് കിട്ടിട്ടാ കയ്യിലിട്ടാ
ഇതേടാ കയ്യിലുണ്ട് സുഖ സുഖ അവിടെ കിട്ടില്ല നോക്കണ്ട ഞാനും വണ്ടിക്ക് തരുന്നുണ്ട് അടിച്ചടിച്ച രണ്ടു ദിവസം ഉറങ്ങില്ല 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല കിട്ടിട്ടാ കയ്യിലുണ്ടാ ഇല്ല ഇല്ല തളർത്തറ സുധേട്ടാ അത് കയ്യില ചിന്തട്ടോ അതേ പോയിടാ ഉള്ളിലേ മതി വിവേക അടിച്ചാ മതി തല മേടിക്കണ്ട പറ്റടാ വിവേക ഉള്ളിലേ അടിച്ചവൻ കിട്ടാ ഇല്ല ഈ അടിക്കേ സബ്ബാൾ പറ്റൂടാ പഠിച്ചു സുധിയുടെ അയ്യോ മോനെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ജയിച്ചു കേട്ടോ ഫ്രണ്ട്സ് പെനാൽറ്റിയായിട്ട് നമ്മൾ ജയിച്ചതാണ് പിന്നെ ഏതായാലും ഇനി ഫൈനലിൽ കിടക്കുന്ന കളിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി ഇടുക ഫൈനലിൽ കിടക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഏതായാലും നമ്മൾ ഫൈനലിൽ കടന്ന ആ കളിയുടെ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്തി നമ്മൾ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഏതായാലും നമുക്ക് എന്തെങ്കിലും പോയി കഴിക്കാൻ ഉച്ചയ്ക്ക് ശേഷം കളി ഉണ്ടാവുക ചെരിഞ്ഞിട്ടാട്ടെ നമുക്ക് ഇനി കളി അപ്പോൾ വീട്ടിൽ വന്നപ്പോൾ ചോറൊക്കെ അതിൻ്റെ ചെയ്യാം പക്ഷേ പുട്ടും മീൻ കൂട്ടാനും പപ്പടം നമുക്ക് അത് കഴിക്കാം പിന്നെ കഴിക്കട്ടെ അങ്ങനെ ഫുഡ് കഴിക്കില്ല കഴിഞ്ഞു ഇനി നമുക്ക് വീണ്ടും അങ്ങോട്ട് പോകണം കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് പോയിട്ടുള്ള ആ കളി ജയിക്കുകയാണെങ്കിൽ നമ്മൾ ഇനി ഫൈനലിൽ ഔട്ട് കയറുക അപ്പോൾ ഏതായാലും ആ കളി ജയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ ആ കളി ജയിച്ച് നമ്മൾ ഫൈനൽ കയറും അപ്പോൾ ആ ഫൈനലത്തെ കളിയുടെ വീഡിയോ ആയിട്ട് നമ്മൾ ഇനി ജയിക്കുകയാണെങ്കിൽ ഫൈനലത്തെ കളിയുടെ വീഡിയോ നമ്മൾ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മാച്ച് തുടങ്ങാനായിട്ട് അതിൻ്റെ മുമ്പ് നമ്മുടെ കോച്ച് നമുക്ക് എങ്ങനെ ഏത് വിങ്ങ കളിക്കേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നു കേട്ടോ അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മാച്ച് തുടങ്ങിയിട്ട് നമുക്ക് കുണ്ടന്നൂരിനായിട്ടാണ് രണ്ടാമത്തെ മാച്ചിൽ കളിയിനാണ് ഫ്രണ്ട്സ് അങ്ങനെ കളി കഴിഞ്ഞപ്പോൾ നമ്മുടെ ടീം കൊട്ടിയിട്ട് എതിർ ടീം നല്ല കട്ട് ചെയ്യുന്നുണ്ട് നമ്മളോട് പറ്റുന്ന പോലെ നമ്മൾ പിടിച്ചെന്ന് ജയിക്കാൻ വേണ്ടി നോക്കി പക്ഷേ പറ്റിയില്ല കേട്ടോ നിങ്ങൾ പഞ്ചായത്ത് മേളൊക്കെ കളിക്കാൻ വേണ്ടി ഉറപ്പാണ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ശരി അപ്പം ഇനി നാളെ കാണാം.